തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂൺ മാസം എല്ലാവർക്കും വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു, എല്ലാവരും കാത്തിരിക്കുന്നൊരു മാസമാണ്. അതിനൊരു കാരണം, നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹം എന്താണെന്ന് പഠിക്കുന്നത് ഈ ഒരു മാസത്തിലാണ്. ഈശോയുടെ തിരുഹൃദയം ഏറ്റവും കൂടുതൽ വണങ്ങുന്നത് ഈ മാസത്തിലാണ്. ഈശോയുടെ തിരുഹൃദയത്തിനെ നമ്മൾ ഓർക്കുന്ന ഒരു മാസം. പലരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന്. അങ്ങനെ ചോദിച്ചു വന്ന സമയത്ത് എല്ലാവരിലും ഭൂരിഭാഗം പേരും പറയുന്നൊരു കാര്യം, വേദന എന്താണെന്ന്, ആ വേദനയ്ക്ക് അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈശോയുടെ തിരുഹൃദയമാണെന്നാണ്. അതായത് മുറിക്കപ്പെടാൻ നമ്മെ സഹായിക്കുന്നത്, മുറിക്കപ്പെടാനുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഈശോയുടെ തിരുഹൃദയമാണ്. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേദനകൾ മാത്രമേ ഉള്ളൂ, അല്ലേ? കുന്തത്താൽ കുത്തപ്പെട്ടിട്ടുണ്ട്, ചുറ്റിനും മുൾമുടിയുണ്ട്, തീയുണ്ട്, ആ തീയുടെ ഉള്ളിലൊരു കുരിശുണ്ട്. ഇതെല്ലാം വേദനകൾ മാത്രമേ തരുന്നുള്ളൂ. വേദനകൾ കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ്റെ ജീവിതം രക്ഷപ്പെടുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നതാണ് ഈശോ. നമുക്കറിയാം, ഈശോയുടെ കുരിശുമരണത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുരിശുമരണത്തിൻ്റെ ഏറ്റവും അവസാനം ഈശോ മരിച്ചു കഴിഞ്ഞിട്ട്, ഈശോ മരിച്ചോ എന്ന് തെളിയിക്കാനായിട്ട്, ഒന്ന് നോക്കാനായിട്ട് ഈശോയുടെ പാർശ്വം കുത്തി തുറന്ന ആ പടയാളിനെ നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ലോഞ്ചിനൂസ് എന്നാണ് ആളുടെ പേര്. ആ പടയാളി പിന്നീട് ഒരു വിശുദ്ധനായി മാറി. ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. മുറിയപ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളറിയാതെ പലരുടെയും ജീവിതങ്ങൾ നമ്മൾ മാറ്റാൻ തുടങ്ങും. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് മുറിയപ്പെടാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ്. മുറിയപ്പെടാൻ പഠിപ്പിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പറയും, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷേ ഈ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് മുറിയപ്പെടാൻ, ഒന്ന് വേദനിക്കാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാണോ? അങ്ങനെ ഒരു ചിന്ത നമ്മളെല്ലാവരും ഒന്ന് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ തിരുഹൃദയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തിരുഹൃദയം നമ്മളോട് പറയും, ഒരല്പം വേദനിച്ചാലും ആ വേദനിക്കുന്നത് നിങ്ങളുടെ സ്നേഹിതന് വേണ്ടിയാണ്, അല്ലേ? ഈശോ നമ്മളെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നാണ് ഈശോ പറഞ്ഞതും ജീവിതത്തിലൂടെ കാണിച്ചു തന്നതും. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചുമ്മാ സ്നേഹിക്കുന്നു എന്ന് പറയാതെ ഒന്ന് മുറിയപ്പെട്ട് സ്നേഹിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. ഒരു കുടുംബത്തിൽ തളർന്നു കിടക്കുന്ന ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, അവളെ കുളിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും. ആ ഭർത്താവ് അവിടെ മുറിയപ്പെടുകയാണ് ആ ഭാര്യയ്ക്ക് വേണ്ടി. ദിവസവും വീട്ടിൽ കള്ള് കുടിച്ച് വീട്ടിൽ കയറി വരുന്ന ഭർത്താവ്, ആ ഭർത്താവിൻ്റെ മുമ്പിൽ സ്നേഹത്തോടുകൂടി മാത്രം നിൽക്കുന്ന, ഒരു പരാതിയും കൂടാതെ നിൽക്കുന്ന ഒരു ഭാര്യ, ആ ഭാര്യ ആ ഭർത്താവിൻ്റെ മുമ്പിൽ സ്നേഹം കൊണ്ട് മുറിയപ്പെടുകയാണ്. അപ്പനും അമ്മയും നഷ്ടപ്പെട്ട സഹോദരങ്ങൾ, തൻ്റെ അനിയത്തിനെ നോക്കാനായിട്ട് അവൻ്റെ ജീവിതം മാറ്റിവെച്ച ഒരു ചേട്ടൻ, സ്വന്തം അനിയത്തിക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരു ചേട്ടൻ, ഇങ്ങനെ അനേകം ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മുറിയപ്പെടാൻ തയ്യാറാകുന്നിടത്താണ് സ്നേഹം പൂർണ്ണമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മുറിയപ്പെടാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഞാൻ മുറിയപ്പെടാൻ തയ്യാറാകുമ്പോൾ ചിലപ്പോൾ ഞാനറിയാതെ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ മാറാൻ തുടങ്ങും. അത് വലിയൊരു സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഈ ഒരു ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ ഒന്ന് മുറിയപ്പെട്ട് സ്നേഹിക്കാൻ, ഒരല്പം മറ്റൊരാൾക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുക്കാൻ, ഒരല്പം ഒന്ന് സഹിക്കാനുള്ളൊരു കൃപ
ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ജൂൺ മാസം നമുക്ക് മുന്നോട്ട് പോകാം. ഈശോയുടെ തിരുഹൃദയം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുഹൃദയത്തിൻ്റെ സ്നേഹവും തിരുരക്തത്തിൻ്റെ സംരക്ഷണവും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.